ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പോകുന്ന റൂട്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ദയാ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് കേട്ടോ. കുറേ ദിവസമായാലും ഞങ്ങൾ പറയണു വയ്യ, പനി, ചുമ, തലവേദന, തലകറക്കം. എന്നാൽ പിന്നെ ഇന്ന് മമ്മിക്ക് ഹെൽത്ത് ചെക്കപ്പ് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം പലതരത്തിലുള്ള ഡൗട്ട്സിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫാമിലി ഹോസ്പിറ്റൽ ഇപ്പോൾ ദയയാണ്. ഞങ്ങളെല്ലാവരും എന്താവശ്യത്തിനും ഓടിയെത്താം ഇപ്പോൾ ദയയിലേക്കാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങളിതാ ഇവിടെ എത്തി. ശരിക്കും ഒരു 7:30-8 മണിക്കൊക്കെ വന്നാലാണ് കറക്റ്റ് ആ ഫാസ്റ്റിങ്ങിൽ ബ്ലഡൊക്കെ കൊടുക്കാൻ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ളത്. ഞങ്ങൾ എത്തുമ്പോൾ ഒരു 10-10:30 ആയിട്ടുണ്ട്. നമ്മൾ പാച്ചുവിനും കൊണ്ടുവരുന്നുണ്ട്. അവനും വയ്യ, അവനെ ക്ലാസ്സിലേക്കൊന്നും വിട്ടിട്ടില്ല. അപ്പോൾ അവൻ കംഫർട്ടബിളായിട്ട് ഉറങ്ങി എണീക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ഞങ്ങളൊരു 10-10:30 കൂടിയിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ ഡാഡി കാർ പാർക്കിങ്ങിലേക്ക് പോവുകയാണ് കേട്ടോ. കാർ പാർക്കിങ്ങും ഭയങ്കര ഈസിയാണ്, അവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉള്ള കാരണം അതും ഒരു ടെൻഷനില്ല. അങ്ങനെ ഞാനും മമ്മിയും പാച്ചും കൂടി ആദ്യം ദയയിലെത്തി. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ റിസീവ് ചെയ്യാനായിട്ട് ദയയുടെ സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ യൂഷ്വലി ഇൻ്റർനാഷണൽ ലോഞ്ചിലാണ് ഇരിക്കുക. ഇന്ന് ഹെൽത്ത് ചെക്കപ്പ് ഉള്ളതുകൊണ്ട് ഹെൽത്ത് ചെക്കപ്പ് ലോഞ്ചിലാണ് നമ്മൾ ഇരിക്കുന്നത് കേട്ടോ. ഈ സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് അത് എവിടെ ഏത് ലോഞ്ചിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു എന്റെ ചാനൽ കാണുന്ന ഒരുവിധം എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ഞങ്ങൾ ദയ ഹോസ്പിറ്റലിലേക്കാണ് വന്നിട്ടുള്ളത്. നമ്മളെനിക്ക് തോന്നുന്നു ഫാമിലി എല്ലാവരും ഇവിടെ തന്നെയാണ് വരുന്നത്. അപ്പൊ കുറേ ദിവസങ്ങളായിട്ട് വീട്ടിലാർക്കും ഒരു വയ്യ, പനി, കാര്യങ്ങൾ, ക്ലൈമറ്റിന്റേതായ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ മമ്മിക്ക് കുറച്ച് കൂടുതൽ വയ്യ. അപ്പൊ കുറെ ദിവസമായി ഞാൻ അങ്ങനെ പറയുന്നു നമുക്ക് ഒന്ന് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാം. നമ്മൾ ആൻസ്റ്റാൻഡ് ചെയ്തിട്ട് ഭയങ്കര സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. അപ്പോ മൊത്തത്തിൽ A to Z നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും കയറി ഇറങ്ങി നമുക്ക് ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയാൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരുമല്ലോ. അപ്പൊ ആൻസ്റ്റാൻഡിന്റെ കൂടെ ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോഴും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ അതിൽ ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം എല്ലാം ഇപ്പം കാർഡിയോ, പിന്നെ ഫിസിഷ്യൻ, ക്യാൻസർ, ആ ഒരു ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കയറി ഇറങ്ങി നമുക്ക് കറക്റ്റ് നമ്മുടെ ബോഡിയുടെ ഒരു എന്താണ് എന്നുള്ളത് സ്റ്റാറ്റസ് അറിയാൻ പറ്റും. അപ്പൊ ഞാൻ മമ്മീനെ ഇതേ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ ദയയിൽ എന്ന് പറയുമ്പം ഞങ്ങൾക്ക് ഒരു സെക്കൻഡ് ഫാമിലിയിലേക്ക് വന്ന പോലെയാണ്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എല്ലാം ചെയ്തു തരാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞങ്ങളിപ്പോ ഇവിടെ ലോഞ്ചിലാണ് ഇരിക്കുന്നത്. അപ്പൊ എപ്പോ ദയയിൽ വന്നാലും നമുക്ക് ഒരു ഹോസ്പിറ്റലിൻ്റെതായ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെതായ ഒരു തിക്കും തിരക്കൊന്നും ഇല്ലാണ്ട് വന്നിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പോവാൻ പറ്റാറുണ്ട്. ഞങ്ങൾ പിള്ളേരായിട്ട് ഇതിന്റെ ഉള്ളിൽ അതെ, കുട്ടികളെയും കൊണ്ട് വരുമ്പോ ഒരു ഭയങ്കര റഷുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ ഞങ്ങള് വന്നാല് സജിത് സാറിനെ വിളിച്ചു പറഞ്ഞാൽ നേരെ ഞങ്ങൾ ബുക്ക് ചെയ്ത് ഇവിടെ വന്നിരിക്കും. ടൈം ആവുമ്പോ ജസ്റ്റ് ഡോക്ടറിനെ കാണും, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെയാണ് പൊതുവെ ചെയ്യാറ്. ചായ കുടിക്കും, അടിപൊളി ക്യാൻറ്റീനാണ്. അപ്പൊ അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കും. അങ്ങനെയൊക്കെയാണ് പതിവ്. അപ്പൊ എനിക്കൊരു പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ വേറെ എവിടെയും പോയിട്ടില്ല. അപ്പം ഞങ്ങൾ എല്ലാവരും കയറി ഇറങ്ങി. ഡാഡിയുടെ സർജറി കഴിഞ്ഞു, ഡോൺ ചേട്ടന്റെ ഇപ്പൊ ലാസ്റ്റ് സ്റ്റോൺ ആയിട്ട് വന്നത്, ഡിവൈൻ, ചാക്കോച്ചൻ, എല്ലാവരും ഇവിടെ തന്നെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ ഇവിടെ തന്നെ ആയിക്കോട്ടെ. എന്തായാലും ഹെൽത്ത് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഇത് കാണുന്നവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് ഈ ഹെൽത്ത് ചെക്കപ്പിൽ തന്നെ പല കാറ്റഗറീസ് വരുന്നുണ്ട്, പല പാക്കേജസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണെങ്കിലും നമുക്ക് മനുഷ്യന്മാർക്ക് എന്ന് പറഞ്ഞാൽ ആരോഗ്യം ആദ്യം വേണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ എപ്പോഴെങ്കിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കേണ്ട ഒരു ഹെൽത്ത് ചെക്കപ്പ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒരു എന്താ പറയുക, ഒരു ഇൻഫ്ലുവൻസ് ചെയ്ത് നിങ്ങൾക്കും അത് നിങ്ങളുടെ ഹെൽത്തും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം കുറെ പേരൻസിന് എനിക്കറിയാം, പ്രത്യേകിച്ച് കുറെ പേരൻസിന് എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടാവും, അത് മിണ്ടാണ്ട് വെക്കും, കാശലവല്ലേ, അത് നോക്കണ്ടെന്നുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല. നമ്മള് വർഷത്തിൽ ഒരിക്കലെങ്കിലും, പ്രത്യേകിച്ച് ഒരു 25+ ഏജ് ആയി കഴിഞ്ഞാൽ ചെയ്തിരിക്കണം. അപ്പോ അങ്ങനെ ഞാൻ കൊണ്ടുവന്നേക്കാണ്. അപ്പൊ നമ്മള് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പോകുന്ന എല്ലാ വീഡിയോസ് എടുക്കണം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇന്ന് എനിക്ക് വീഡിയോസ് എടുത്തരാൻ ഹെൽപ്പ് ചെയ്യാൻ 2 ചേട്ടന്മാരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അടിപൊളിയായിരിക്കും ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു. ഭയങ്കര നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണാം. അപ്പൊ ഇനി ഫസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് നമുക്ക് പോവാം. അപ്പൊ നമുക്ക് ടൈം അനുസരിച്ച് അവിടുന്ന് വിളി വരും. അതുവരെ നമ്മളിങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ ലോഞ്ചിൽ ഇരിക്കും. അപ്പൊ അങ്ങനെ പാച്ചുവിനും ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമായിട്ട് അവനും തീരെ വയ്യ, അവൻ മെഡിസിൻസ് ഒന്നും എടുക്കണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇവിടെ സ്ഥിരം അവൻ അബില ഡോക്ടറിനെയാണ് കാണിക്കാറ്. അപ്പൊ ഇന്ന് ഡോക്ടർ ലീവാണ്. അപ്പൊ രാകേഷ് സാറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ എനിക്കുള്ള കോഫി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മമ്മിക്ക് പർപ്പസ്ഫുള്ളി കൊടുക്കാത്തതാണ്, കാരണം ബ്ലഡ് ടെസ്റ്റ്, ഷുഗർ ടെസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു മധുരം കയറണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഉണ്ടായി, ഞാൻ കയറുന്നതിന് തൊട്ട് മുമ്പ് കാപ്പി കുടിച്ചിട്ട് ചിലപ്പോ ഡോക്ടർ ചോദിച്ചത് എന്താ, അഞ്ചര ഡോക്ടർ തന്നെയായിരുന്നു. ചോദിച്ചു എന്ത് പറ്റി, അപ്പളാ ഞാൻ പറയണേ ഞാൻ കയറുന്നതിന് മുമ്പ് ചായ. അപ്പൊ അങ്ങനെ ചെയ്യരുത്. നമ്മള്
ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഒരു എന്താ പറയാ ഒരു മിനിമൽ ആയിട്ട് അപ്പൊ പാച്ചുവിനെയും കൊണ്ട് അപ്പാപ്പൻ ക്യാൻറ്റീനിലേക്ക് പോയിക്കാണ്. ഇവിടെ ക്യാൻറ്റീൻ നല്ലതാണ്. അപ്പം അവൻ അപ്പാപ്പന്റെ കൂടെ നടക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ കോൾ ഇതുവരെ വന്നിട്ടില്ല. അതുവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ബ്ലഡ് ഒക്കെ കൊടുത്തിട്ട് വരാം. ഇതിപ്പോൾ ആഫ്റ്റർ ഫുഡ് ബ്ലഡ് ടെസ്റ്റ് ആണ് കേട്ടോ ചെയ്യുന്നത്, ഫാസ്റ്റിംഗ് അല്ല. ശരിക്കും ഫാസ്റ്റിംഗ് തൊട്ട് ഇവിടെ ചെയ്യും. നമ്മളിപ്പോൾ ലേറ്റ് ആയതുകൊണ്ടാണ് ആഫ്റ്റർ ഫുഡ് തൊട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എന്തായാലും നമ്മൾ 3 months ആവറേജ് ബ്ലഡ് ഷുഗർ ലെവൽസ് ആണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ വരികയാണെങ്കിൽ ഏർലി മോർണിംഗ് വന്നാൽ ഫാസ്റ്റിങ്ങിൽ ബ്ലഡ് എടുക്കാം. നമ്മൾ വന്നോട്ട് പോവാം. ഞാൻ ഇവിടെ നിൽക്കാം, വെയിറ്റ് ചെയ്യാം. ഇവരോട് പറഞ്ഞാൽ മതി. നമുക്കൊരാൾ അസിസ്റ്റ് ചെയ്യാനുണ്ടാവും. കൊണ്ടുകൊടുത്താൽ മതി. ഗ്യാപ്പ് അനുസരിച്ച് നമുക്ക് അധികം വെയിറ്റ് ചെയ്യാത്ത രീതിയിലാണ് നമുക്ക് അതൊക്കെ മാനേജ് ചെയ്തത്. അപ്പൊ മമ്മിയുടെ അത് കളക്ട് ചെയ്യാൻ പോയിരിക്കാണ്. അതെ, ഞാൻ മമ്മിക്ക് ഹെൽത്ത് ചെക്കപ്പിന് വന്നതാണ്. ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഒന്നുമില്ല, ഒരു മോൻ. ഇപ്പോഴും ഒരു ആക്ട്രസ് ആയിട്ട് തിരിച്ചറിയുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് കേട്ടോ. ഇത്രയും വർഷങ്ങളായി, ശരിക്കും പറഞ്ഞാൽ ഒരു 10-12 വർഷത്തിന് മേലെയായി ഞാൻ അഭിനയിച്ചിട്ട് യൂട്യൂബിലൊക്കെ വന്നു പോകുമെന്നല്ലാണ്ട് ഒരു ആർട്ടിസ്റ്റായിട്ട് ഇപ്പോഴും ആൾക്കാർ തിരിച്ചറിയുന്നത് കാണുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. മാത്രമല്ല, പിന്നെ ഇത് നമ്മുടെ തൃശ്ശൂർ ആയതുകൊണ്ട് എവിടെ തിരിഞ്ഞാലും നമ്മുടെ പരിചയക്കാരായിട്ടും ബന്ധുക്കളായിട്ടും അങ്ങനെ ഒരുപാട് ആൾക്കാരെ കാണാറുണ്ട് കേട്ടോ. മമ്മി പുറമെ ചിരിക്കണ്ടെങ്കിലും കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. കാരണം മൂപ്പർക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകളൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എക്സ്റേക്ക് കയറ്റിയേക്കാണ്. അപ്പം ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ശരിക്കും ഒറ്റയ്ക്ക് വന്നാലും മതി കേട്ടോ. കാരണം നമ്മുടെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ ഒരാളുണ്ടാവും. പിന്നെ ഒരു മെൻ്റൽ സപ്പോർട്ടിന് നമ്മൾ കൂടെ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ എക്സ്റേ എടുത്തോണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും കുറേ പരിപാടികളുണ്ട് കേട്ടോ. ഞാൻ ചെയ്തു. എക്കോ ചെയ്തിട്ടുണ്ടോ? അപ്പൊ നമുക്ക് പോവാം അല്ലേ? അടുത്തത് ECGക്ക് ആണ് കയറ്റിയത് കേട്ടോ. ഇതൊക്കെ ഈ പാക്കേജിലുള്ളതാണ്. എക്സ്റേ, ECG, സ്കാനിങ്, ബാക്കിയൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാച്ചുവിനും ഡോക്ടറിനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാഡീനെ വിളിച്ചിട്ട് പാച്ചുവിനെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഫോണിൽ വിളിച്ച് പറയാണ് കേട്ടോ. അവരപ്പാപ്പനും മോനും ക്യാൻറ്റീനിൽ പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡോക്ടറിനെ കാണേണ്ട നേരമായി. അപ്പോൾ ഞാൻ ഇവിടുന്ന് ജസ്റ്റ് അങ്ങോട്ട് പോകും. ഞാൻ അങ്ങോട്ട് പോകട്ടെ. എന്റെ കൂടെ ഇവിടെ ഉണ്ടാവില്ലേ? ചേച്ചി ഉണ്ടാവും. ചേച്ചി കൊണ്ടുപോയില്ലേ? ഞാൻ മോനെ പീഡിയാട്രിഷ്യനെ കാണിച്ചു വരാം. അപ്പൊ പാച്ചുവിനെ ഞാൻ പറഞ്ഞല്ലോ, അവനും വയ്യാണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവനെ ഞാൻ പീഡിയാട്രിഷ്യന്റെ അടുത്ത് കൊണ്ട് കാണിക്കാം. അപ്പൊ മമ്മിയുടെ കൂടെ ചേച്ചി ഉണ്ടാവും അസിസ്റ്റ് ചെയ്യാൻ. അപ്പൊ ഞാൻ പോയിട്ട് വരാം കേട്ടോ. രാകേഷ് സാറിന്റെ അടുത്തേക്ക് കാണിക്കാം. സജിത് സാറ് ടോക്കൺ ഉണ്ടെന്നാ പറഞ്ഞ്. മോനിപ്പോ വരും. ഞാൻ അവനെ പിക്ക് ചെയ്തിട്ട് വരാട്ടാ. ഇവിടെയല്ലേ? ഞാനൊന്ന് നോക്കിട്ട് വരാട്ടോ. നമ്മള് സ്ഥിരം അബില ഡോക്ടറിനെയാണ് കാണാറ്. അപ്പൊ പക്ഷെ ഇന്ന് ഡോക്ടർ ലീവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊന്ന് രാകേഷ് സാറിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ടോക്കണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം കാണിക്കാം. പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നപ്പം രാകേഷ് സാർ പെട്ടെന്ന് NICUവിൽ എന്തോ എമർജൻസി പ്രൊസീജിയർ ചെയ്യേണ്ട കാര്യമായിട്ട് ഡോക്ടർ പോയി. അപ്പോൾ ഞാൻ തൽക്കാലം എന്നാൽ റഹ്മാൻ സാറിനെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ഏരിയ കേട്ടോ. അവിടെ ഫുൾ ടോയ്സൊക്കെ ആയിട്ട് പിള്ളേർക്ക് കളിക്കാനുള്ളൊരു ഏരിയ ഒക്കെ ഉണ്ട്. പാച്ചൂരിന്ന് തീരെ വയ്യാത്തത് കൊണ്ടാണ് അങ്ങോട്ടൊന്നും പോകാണ്ടിരുന്നത്. അല്ലെങ്കിൽ പിള്ളേർക്ക് വന്നാൽ കുറേ പിള്ളേരും കുറേ ബിൽഡിംഗ് സെറ്റും കാറും റൈഡോണൊക്കെ ആയിട്ട് നല്ല എന്താ പറയുക എൻ്റർടൈൻ ആയിട്ട് ഇരുന്നോളും പിള്ളേർ. നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിനെ കണ്ടിറങ്ങി. എനിക്ക് തീരെ പറ്റണില്ല. നല്ല ചുറ്റും ഞങ്ങളവിടെ കണ്ടുവരുന്ന നേരം കൊണ്ട് മമ്മിയുടെ അത്യാവശ്യം കാര്യങ്ങളും പ്രഷർ, ഷുഗർ, വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തു കേട്ടോ. ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോളുണ്ട്. കേട്ടല്ലോ,
ഒന്നിനും ഒരു കുറവുമില്ല. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ വേണ്ടുവോളം ഉണ്ട്. അപ്പോൾ അതേ മമ്മി ഇതിൻ്റെ ഇടയ്ക്ക് ടെൻഷൻ അടിച്ചിട്ടാണോ എന്തോന്നറിയില്ല, ഇടയ്ക്കൊന്ന് തല ചുറ്റിയൊന്ന് വീണായിരുന്നു. പിന്നെ ഹോസ്പിറ്റലായതുകൊണ്ട് നമുക്ക് പേടിക്കാനും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഇതേ നെക്സ്റ്റ് എക്കോ എടുക്കാനാണ് പോയത്. ഇതൊക്കെ പോകുമ്പോൾ മമ്മിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അതിന് ഇടയ്ക്കൊരു നെഞ്ചുവേദനയൊക്കെ പറയാറുണ്ടായിരുന്നു. പ്രഷറും കൺട്രോൾഡ് അല്ലല്ലോ. പാപ്പിനെയും മോനെ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് വീണ്ടും ലോഞ്ചിലേക്ക് ഇരുത്തി മമ്മീനെ അത് എക്കോ ടെസ്റ്റിന് കയറ്റിയിരിക്കുകയാണ്. അപ്പൊ അത് കഴിയുമ്പോൾ നമ്മൾ വിളിക്കും ഡോക്ടർ. വെയിറ്റ് ചെയ്യാം. ഡോക്ടർ ഉല്ലാസാണ് കേട്ടോ മമ്മീനെ നോക്കുന്നത്. മുമ്പ് വന്നപ്പോഴും ഉല്ലാസ് സാർ തന്നെയായിരുന്നു. നമ്മൾ ചാക്കോശിനെയും അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്കോയിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നേരെ നമ്മൾ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പോവുകയാണ്. അടുത്തത് നമ്മുടെ മാമോഗ്രാം ആണ് കേട്ടോ. അപ്പോൾ ഇതാ മമ്മീനെ മാമോഗ്രാമിന് കയറ്റിയിരിക്കുകയാണ്. അതും പിന്നെ സ്കാനിങ്ങും കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പോകും. അത് കഴിയുമ്പോഴേക്കും റിസൾട്ട് എല്ലാം കിട്ടും എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഓരോ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ എല്ലാ റിസൾട്ടും കൊണ്ട് നമ്മൾ കൺസൾട്ട് ചെയ്യും. ഐസ് ഉണ്ട്, ഡെന്റിസ്റ്റ് ഉണ്ട്, പിന്നെ ഫിസിഷ്യൻ ഉണ്ട്, കാർഡിയോളജിസ്റ്റ്, പിന്നെ ഓങ്കോളജിസ്റ്റ്, ഇവർക്കൊക്കെ നമുക്ക് ഈ ഒരു പാക്കേജിൽ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ എന്തായാലും ശരിക്കും നമ്മൾ ഈ ഒരു ഹെൽത്ത് ചെക്കപ്പിന് വരുമ്പം കറക്റ്റ് ഒരു ഫാസ്റ്റിങ്ങിൽ ഒരു 6:30-7 മണിയോടുകൂടി വന്നാൽ രാവിലെ ഫാസ്റ്റിങ്ങിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു 2-2:30 ആകുമ്പോഴത്തേക്ക് ഫ്രീ ആവാൻ പറ്റും. അപ്പൊ എന്തായാലും മമ്മി വരട്ടെ. സ്കാൻ ചേച്ചി ഇവിടെ ഉണ്ട്. സ്കാനിങ്ങിന് പോവാ അല്ലേ? സ്കാൻ ചെയ്യുന്നതിന് മുൻപ് ബ്ലാഡർ ഫില്ല് ചെയ്യാൻ വേണ്ടി കൊണ്ടിരുത്തിയിരിക്കുകയാണ്. ഒരു ബോട്ടിൽ വെള്ളവും പിടിച്ചിട്ട്. വെള്ളം കുപ്പി എൻ്റെ കയ്യിലാണ്. മാതാശ്രീ അത് കുടിക്കണമെന്നും കാണാനില്ല. നല്ല ടെൻഷനുണ്ട്, കാരണം ഫാറ്റി ലിവർ ഉണ്ടല്ലോ. ഇപ്പോഴത്തെ അവസ്ഥ എന്തായെന്ന് അറിയില്ല. ഇവിടെയല്ല അല്ലേ? അവിടെയല്ലേ? ഇല്ല, അവനെ കൊണ്ടുവന്നിട്ട് ഡാഡിയുടെ കൂടെയാ. താഴെയുണ്ട്. ശരിയമ്മ. ഇവിടെയാണ് സ്കാനിങ് ഒക്കെ നടക്കുന്നത് കേട്ടോ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റേഡിയോളജി. എനിക്കും മറ്റേ PCODയുടെ സ്കാനിങ് ഒക്കെ ഇവിടെ തന്നെയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ വീഡിയോ കണ്ടപ്പോഴാണ് മമ്മിക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലായത്. നിങ്ങൾ മമ്മിയുടെ മുഖവും ആ ടെൻഷനൊക്കെ ഒന്ന് നോക്കിയേ. അപ്പൊ നമ്മുടെ ടെസ്റ്റിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി റിപ്പോർട്ട്സ് റെഡി ആവാനുള്ള ഒരു സമയമുണ്ട്. അപ്പൊ അതിന് നമുക്ക് ഇതേ സമയം 2 മണി ആവാൻ പോണേ ഉള്ളൂ. 2 മണി ആയിട്ടില്ല. അതിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് പരിപാടികൾ തീർന്നു കേട്ടോ. ഇനി ഭക്ഷണം കഴിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ റിപ്പോർട്ട്സും റെഡിയായി. ഇനി പിന്നെ പെട്ടെന്ന് ഡോക്ടേഴ്സിനെ എല്ലാവരെയും കണ്ടു പോവാം. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഭക്ഷണം ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഫുഡ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയമൊക്കെ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ ഭക്ഷണത്തിന്റെ സമയം. അത്രയും ബുദ്ധിമുട്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ. പക്ഷെ ഇവിടെ വന്നാൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ വന്ന് കഴിക്കുന്ന പോലെയാണ്. നല്ല അടിപൊളി ഫുഡാണ്. മീൽസ് ആണെങ്കിലും സ്നാക്സ് ആണെങ്കിലും എല്ലാ തരത്തിലുള്ള ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഞാനിന്ന് ഫ്രൈഡ് റൈസ് കഴിക്കാനുള്ള ഒരു ആഗ്രഹം, ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ബിരിയാണി കഴിക്കാനുള്ള ആഗ്രഹത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് ഇവിടുത്തെ ക്യാൻറ്റീൻ കേട്ടോ. നല്ല തിരക്കുള്ള സമയമാണ്, ഉച്ചയല്ലേ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് മീൽസൊക്കെ കഴിഞ്ഞു. അല്ലെങ്കിലും എനിക്ക് മീൽസ് കഴിക്കാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ ഫ്രൈഡ് റൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചാക്കോച്ചൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന സമയത്ത് ഞാൻ ഡിവൈനും കൂടിയിട്ട് അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടുത്തെ ഫ്രൈഡ് റൈസ് കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇഷ്ടംപോലെ സ്നാക്സും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം പോലെ തന്നെ ചിക്കൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഓർഡർ ചെയ്തു. പാച്ചുവിനൊരു ഓംലെറ്റും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സമാധാനമായിട്ട് ജ്യൂസൊക്കെ കുടിച്ച് നേരെ ഹെൽത്ത് ചെക്കപ്പ് ലോഞ്ചിലേക്ക് പോയി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. നല്ല അടിപൊളി ഫുഡായിരുന്നു അല്ലേ? നല്ല ഫുഡായിരുന്നു. അപ്പോഴാണ് മമ്മി പറഞ്ഞത് ബ്ലാഡർ ആയിട്ടുണ്ടായിരുന്നില്ല, സ്കാൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മമ്മി ഇതേ സ്കാൻ ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇറങ്ങി വന്നപ്പോ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. അപ്പൊ ബ്ലാഡർ ഒക്കെ ഇതേ ആക്കിയിട്ട് ഇതേ പോവാണ്. മമ്മിപ്പൊക്കെ പോയിട്ട് വരാം. ഞാൻ ഇവിടെ ഇരിക്കും കുറച്ചു നേരം, ഇവിടെ റെസ്റ്റ് ചെയ്യാം. എന്തായാലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ ഞാനിവിടെ ഇരിക്കും. കൂടെ മമ്മിയുടെ കൂടെ ഒരു ചേച്ചി ഉണ്ടല്ലോ. സ്കാനിങ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് തന്നെ വരും. അപ്പോഴത്തേക്കും നമ്മുടെ റിപ്പോർട്ട്സ് ഒക്കെ ആയിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടേഴ്സിനെ കാണാം. അപ്പൊ ഞാൻ നേരത്തെ പോയപ്പോൾ അവിടെ ഡോക്ടർ നോക്കിയപ്പോൾ വയറ്റിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും വെള്ളമൊക്കെ കുടിച്ച് ഇവിടെ വന്നേക്കാം. മറ്റേ ഡോക്ടർ പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഡോക്ടറിൻ്റെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ എന്താ പറയുക, സ്കാനിങ് കഴിയും. നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് എടുക്കുമ്പം ഇതുപോലെ ഒരു സ്റ്റാഫ്, ദയലത്തെ ഒരു സ്റ്റാഫ് നമ്മളുടെ കൂടെ ത്രൂ ഔട്ട് ഉണ്ടാവും കേട്ടോ. കാരണം ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ തിരക്ക് കുറയുന്നതെന്നനുസരിച്ച് ഇവരാണ് നമ്മളെല്ലായിടത്തേക്ക് കൊണ്ടുപോകുക. നമ്മൾ ദയലെ വന്ന് ഇറങ്ങുന്ന സമയം മുതൽ റിപ്പോർട്ട്സ് എല്ലാം കയ്യിൽ തിരിച്ച് തന്ന് നമ്മൾ വണ്ടി കയറ്റുന്നത് വരെ അവരുടെ അസിസ്റ്റൻസ് ഉണ്ടാവും. അങ്ങനെ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു. ഡോക്ടർ കൺസൾട്ടേഷൻ ആണ് ഇനി.
യൂഷ്വലി അതിന് LFT എന്തെങ്കിലും ഒബ്നോർമാലിറ്റി ഉണ്ടെങ്കിലാണ് ഇത് സിഗ്നിഫിക്കന്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മുടെ ഗൈനക്കോളജി അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. അപ്പൊ എന്താ ചേച്ചി പറ്റി കളക്ട് ചെയ്യേണ്ട കാര്യം എന്താ പറയുക? പാപ് സ്മിയർ കളക്ട് ചെയ്യാൻ പോകും. അതായത് ഗർഭാശയത്തിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ, ക്യാൻസറസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഇപ്പൊ മെയിൻ സ്ത്രീകളുടെ പ്രശ്നം അതൊക്കെയാണല്ലോ. അപ്പൊ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മമ്മീനെ കയറ്റിയിരിക്കുകയാണ്. കൺസൾട്ടേഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഇത് തന്നെയാണ് പറഞ്ഞത്, ഡയബറ്റിക് ആണ്, ഷുഗർ ലെവൽസ് ഒക്കെ ഭയങ്കര എലിവേറ്റഡ് ആണ്. അപ്പൊ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് കാർഡിയാക്ക് ആവും അല്ലേ, അവിടേക്ക് പോകണം, കാർഡിയോളജിസ്റ്റിനെ കാണാൻ പോകണം. അപ്പൊ എന്തായാലും മമ്മി വരട്ടെ, എന്നിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാം. അപ്പോഴേക്കും അമ്മേനെ കാണണമെന്ന് പറഞ്ഞിട്ട് പാച്ചുത എൻ്റെ കൂടെ പോന്നു. അപ്പോൾ ഞാൻ പാച്ചുവിനെയും കൊണ്ട് ലോഞ്ചിലേക്ക് പോയി, മമ്മീനെയും കൊണ്ട് ആ ചേച്ചി ബാക്കി ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് പോയത് കേട്ടോ. പല്ല് മമ്മിയുടെ ഫുൾ റൂട്ട് കനാലൊക്കെ ചെയ്തത് കൊണ്ട് പ്രത്യേകിച്ച് കേട് വരാൻ മാത്രമുള്ള പല്ലുകളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് വേഗം പോന്നു. അപ്പോൾ ഇനി ഡയറ്റീഷ്യൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ഡയറ്റീഷ്യൻ്റെ അഭിപ്രായ പ്രകാരം വേണം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. മമ്മിയുടെ ഫുഡ് റൂട്ടീൻ കേട്ട് ഡോക്ടർ എന്തായാലും ഞെട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും കറക്റ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു കൊടുത്ത്, ഒരു ഫുഡ് ചാർട്ടും ഡയറ്റ് ചാർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതേ മമ്മീനെ നെക്സ്റ്റ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. ഇത് കാർഡിയാക് ഡിപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കാർഡിയോളജിസ്റ്റിനെയാണ് കാണേണ്ടത്, ഫിസിഷ്യനെ. അതോടുകൂടി കഴിഞ്ഞു. അപ്പോൾ ഡോക്ടറിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. പാച്ചുദേവനെ കിടന്ന് ഉറങ്ങി. ഡോക്ടർ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ അറിയാം. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഉല്ലാസ് സാറിനെ കാണാനായിട്ട് കയറിയിട്ടോ. അപ്പോൾ ഉല്ലാസ് സാർ തന്നെയായിരുന്നു കഴിഞ്ഞോട്ട് മാനേജറിന് ഹെൽത്ത് ചെക്കപ്പിന് വന്നപ്പോൾ നോക്കിയതും. അപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നത് മമ്മിയുടെ ആ ഒരു ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഒരു നെഞ്ചുവേദന, പിന്നെ പെട്ടെന്ന് കഴിഞ്ഞ വട്ടം ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ യാതൊരു പ്രശ്നങ്ങളും കറൻ്റ്ലി ഇല്ല. പിന്നെ ഈ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട്, ഹാർട്ട് അറ്റാക്ക് ഹിസ്റ്ററി മമ്മിക്ക് സ്ട്രോങ് ആയിട്ടുള്ളതുകൊണ്ട് കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് അതിൻ്റെ പ്രിവെൻറ്റീവ് ആയിട്ടുള്ള കുറേ മെഷേഴ്സും മെഡിക്കേഷൻസും തന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് ഡോക്ടർ അഞ്ജന, ഫിസിഷ്യനാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡോക്ടറിനേക്കാൾ ഉപരി ഒരു നല്ലൊരു ഫ്രണ്ടിനെ പോലെയാണ് എനിക്ക് ഡോക്ടർ. പാച്ചുവിൻ്റെ ക്ലാസ്മേറ്റ് മിയയുടെ അമ്മയും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ ഡാഡീനെയും മമ്മീനെയും ടോൺചായിട്ടും കഴിഞ്ഞോട്ടം ആൻസേട്ടം വന്നപ്പോഴും ഒക്കെ ഫിസിഷ്യൻ അഞ്ജന ഡോക്ടറിനെയാണ് കാണിച്ചത്. ഡോക്ടറും കംപ്ലീറ്റ് എക്സാമിൻ ചെയ്തു. ഈ പറഞ്ഞ പോലെ ഡോക്ടർക്ക് ആകെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞത് മമ്മിയുടെ ഷുഗർ ലെവൽസ് ഭയങ്കര എലിവേറ്റഡ് ആണ്. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞു, മെഡിസിനൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഫോട്ടോഗ്രാഫി എക്സിബിഷൻ നടക്കുന്നുണ്ട്, ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ കയറി ഞാൻ ഇഷ്ടമുള്ള ഒരു ഫോട്ടോ വാങ്ങിച്ചു. അതെനിക്ക് ഗിഫ്റ്റായിട്ട് തന്നെ കേട്ടോ. അനീഷ് സാറും സജിത് സാറും പിന്നെ അവിടുത്തെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്ന സ്റ്റാഫ് എല്ലാവരും കൂടിയിട്ടാണ് എനിക്കത് ഗിഫ്റ്റ് ചെയ്തത്. 2 ആനയാണ് കേട്ടോ. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ റിസൾട്ട്. അതെ, അപ്പോൾ ഒരു കുഴപ്പമില്ല. റിപ്പോർട്ടില് ഷുഗർ ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം അല്ലെങ്കിൽ ചിരിച്ചിട്ട് ഇങ്ങനെ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ, ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ചിരിച്ചിട്ട് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒക്കെ സങ്കടപ്പെട്ടിട്ട്. ഷുഗർ ഉണ്ട്, എന്നാലും സമാധാനം. പിന്നെ പ്രിവെന്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മെഡിസിൻസ് ഒക്കെ നല്ലതാ, അടിപൊളി. ഞാനത് തിരിച്ചു പറഞ്ഞു. ഡോക്ടേഴ്സ് ഒക്കെ ഒരു സ്മൈലിംഗ് ഫേസ്, അവര് മാത്രല്ല കേട്ടോ, എല്ലാവരും ആൻസർ ചേട്ടന്റെ കൊണ്ടുവന്ന് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് വീണ്ടും മമ്മീനെ കൊണ്ടുവന്നത്. അപ്പൊ എന്തായാലും മൊത്തത്തില് നമ്മള് ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും എന്താ പറയാ, വളരെ സന്തോഷമായിട്ട് ഞങ്ങള് വരുമ്പോ എങ്ങനെയാണ് തിരിച്ചു പോവാന്നുള്ള പേടിയില വന്നേ. കാരണം ഈ മറ്റേ മാമോഗ്രാം ഒക്കെ പേടിയായിരുന്നു. പക്ഷെ എല്ലാം ഓക്കെ ആയിട്ട് പോകാൻ പറ്റും. ഒന്നിലും ഒരു പ്രശ്നമില്ല, ഒക്കെ പ്രിവെൻഷൻ മാത്രം, അത്രേ ഉള്ളൂ. സന്തോഷം എല്ലാവരും. അപ്പൊ സ്പെഷ്യൽ താങ്ക്സ്. വരുമ്പോൾ ചെറിയ ടെൻഷനിലൊക്കെയാണ് വന്നതെങ്കിലും പോകുമ്പോൾ വളരെ സന്തോഷത്തിലാണ് പോകുന്നത്. കാര്യമായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടും മമ്മിക്കില്ല. അൽഫോൻസ് അമ്മ കൂടെ തന്നെ ഉണ്ട്, ഒരു പ്രശ്നങ്ങളും ഇല്ല. ഷുഗർ പ്രഷർ മാത്രം ഒന്ന് കൺട്രോളിൽ കൊണ്ടുവന്നാൽ മതി. അങ്ങനെ ഞങ്ങളത് സന്തോഷമായിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റുള്ളൂ. ആരോഗ്യം അല്ലെങ്കിൽ നമ്മൾ എന്തിനു കൊള്ളാം. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ആരോഗ്യം സൂക്ഷിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും ബൈ.